എസ് രാജേന്ദ്രൻ ദേവികുളം മുൻ CPM-ന്റെ MLA ആണ്. ഇപ്പോൾ അദ്ദേഹം BJP-യിലേക്ക് പോകുന്നു എന്നുള്ള വാർത്തകൾ വരുന്നു. സ്വാഭാവികമായിട്ടും ഒരു ഇടത് നിരീക്ഷകൻ BJP-യിലേക്ക് പോകുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ CPM-ലെ ആളുകളൊക്കെ BJP-യിലേക്ക് നീങ്ങുകയാണ്. എന്താ ഒരു CPM-ഉം BJP എന്നുള്ള അന്തർധാര വളരെ ശക്തമല്ലേ? ഓരോ ആളുകളുമായിട്ട് എനിക്ക് തോന്നുന്നു അവരെ അങ്ങോട്ട് അയക്കുകയെന്നാണ് എനിക്ക് തോന്നുന്നത്. ഓരോരുത്തരെയും ആ ബന്ധം ഊട്ടി ഉറപ്പിക്കാൻ വേണ്ടി പഞ്ചായത്ത് പാർലമെന്റ് തെരഞ്ഞെടുപ്പ് അസംബ്ലി തെരഞ്ഞെടുപ്പ് വരുന്നതുകൊണ്ട് പ്രധാനപ്പെട്ട ആളുകളെ അങ്ങോട്ട് അയച്ച് ആ ബന്ധം കൂടുതൽ ദൃഢതരമാക്കാൻ ശ്രമിക്കുകയാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനിയും കൂടുതൽ ആളുകൾ പോകുമെന്നുള്ള വാർത്ത അന്തരീക്ഷത്തിലുണ്ട്. അപ്പൊ CPM-ഉം BJP-യും തമ്മിലുള്ള അന്തർധാര വളരെ വ്യക്തമായിക്കൊണ്ടിരിക്കുകയാണ് ഓരോ ദിവസം കഴിയും തോറും. അപ്പൊ അതാണ് ഇവിടെ വ്യക്തമാകുന്നത്. പിന്നെ ഒരു കാര്യം, കോൺഗ്രസിന്റെ വീടുകളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴും ഒരു അനിശ്ചിതത്വം നിലനിൽക്കുകയാണ്. അപ്പൊ നമുക്ക് 1.5 വർഷം കഴിഞ്ഞു ഈ ചൂരൽമല മുണ്ടക്കൈ ദുരിതം ഉണ്ടായിട്ട്. അപ്പൊ മറ്റുള്ള വീടുകൾ മാത്രം നമുക്കിങ്ങനെ ചെയ്തു കൊടുത്താൽ മതി. കോൺഗ്രസിന്റെ കാര്യത്തിൽ ഒരു കോൺക്രീറ്റ് ആയിട്ടുള്ള ഒരു തീരുമാനം അതെങ്ങനെയാണ് പറയാൻ കഴിയും? ഞങ്ങള് ഇവിടെ ബത്തേരിയിൽ കോൺഗ്രസിന്റെ ദ്വിദിന ക്യാമ്പ് ലക്ഷ്യ നടന്നപ്പോൾ വളരെ വിശദമായി തന്നെ 1 മണിക്കൂർ നേരം ഈ കാര്യം എല്ലാ നേതാക്കളും ഇരുന്ന് ചർച്ച ചെയ്തു. KPC പ്രസിഡന്റ്, പ്രതിപക്ഷ നേതാവ്, അതോടൊപ്പം തന്നെ ACC ജനറൽ സെക്രട്ടറി, ഇവിടുത്തെ സിദ്ദിഖും IC ബാലകൃഷ്ണനും ഞാനും അടക്കം ഞങ്ങളെല്ലാവരും ചർച്ച ചെയ്തതാണ്. ചർച്ച ചെയ്ത് അനുയോജ്യമായ സ്ഥലം കണ്ടെത്താൻ തീരുമാനിച്ചു. സിദ്ദിഖ് എന്നോട് ഇപ്പോൾ പറഞ്ഞത് ചൊവ്വാഴ്ചയോ ബുധനാഴ്ചയോ സ്ഥലത്തിന്റെ ആദ്യ ഘട്ട രജിസ്ട്രേഷൻ പൂർത്തിയായി കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നിർമ്മാണ പ്രവർത്തനത്തിലേക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള നടപടികൾ ആരംഭിക്കും. അപ്പോൾ വൈകാതെ വീടുകൾ വെച്ചു കൊടുക്കാനുള്ള നടപടിയാണ് ഉണ്ടാകുന്നത്. സ്ഥലം കിട്ടാനുള്ള പ്രശ്നങ്ങളാണ് ഉണ്ടായിക്കൊണ്ടിരുന്നത്. അപ്പോൾ എല്ലാവർക്കും ആ പ്രശ്നം ഉണ്ടായി, സർക്കാരിനും ആ പ്രശ്നം ഉണ്ടായി, പല ആളുകൾക്കും ആ പ്രശ്നം ഉണ്ടായി. പക്ഷെ ഏതായാലും അത് ഒരു അന്തിമഘട്ടത്തിലാണ്. ചൊവ്വാഴ്ച ബുധനാഴ്ചയോടുകൂടി സ്ഥലം രജിസ്റ്റർ ചെയ്യാൻ കഴിയുമെന്നാണ് വിശ്വാസം. വേറൊരു കാര്യം കൂടി, ഇപ്പോൾ AK ബാലന്റെ ഒരു പ്രസ്താവന ഉണ്ടായിരുന്നല്ലോ. അതായത് ഈ ഒരു പ്രീണന രാഷ്ട്രീയം തള്ളി പറയാനായിട്ട് പിണറായി ഇതുവരെ തയ്യാറായിട്ടില്ല. ഇപ്പോ ഭൂരിപക്ഷത്തെ പ്രീണിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടക്കുന്നുണ്ട്. അപ്പൊ അത് ബാലന്റെ ജമാഅത്ത് ഇസ്ലാമി മറ്റു മാറാട് കലാപമായിട്ട് ബന്ധപ്പെട്ടൊക്കെ പറഞ്ഞിരുന്നല്ലോ. അപ്പൊ സ്വാഭാവികമായിട്ടും ഈ നേരത്തെ ഈ വെള്ളാപ്പള്ളിയായിട്ട് ബന്ധപ്പെട്ടും ഒക്കെ എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ ഈ ബാലനൊക്കെ ഒറ്റപ്പെട്ട പ്രസ്താവന നടത്തുന്നതാണോ? CPM-ന്റെ അറിവോടെയാണോ ഇത് നടത്തുന്നത്? മുഖ്യമന്ത്രിയുടെ അറിവോടുകൂടിയാണ് ബാലന്റെ ഈ പ്രസ്താവനകൾ മുഴുവൻ. ഭൂരിപക്ഷ വർഗീയതയെ പ്രോത്സാഹിപ്പിക്കുക, ന്യൂനപക്ഷങ്ങളെ പൂർണ്ണമായി കൈയൊഴിയുക, ഇതാണ് CPM-ന്റെ സമീപനം. ഒരു വർഗീയ അജണ്ട തെരഞ്ഞെടുപ്പ്, തീർച്ചയായിട്ടും ഒരു വർഗീയ അജണ്ട CPM-ന് ഈ തെരഞ്ഞെടുപ്പിലുണ്ട്. ജനങ്ങളെ മതപരമായി ഭിന്നിപ്പിക്കുക, വർഗീയമായി ചേരിതിരിവുണ്ടാക്കുക എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യം. അതൊന്നും നടക്കാൻ പോകുന്നില്ല. ജനങ്ങൾക്ക് കാര്യങ്ങളെല്ലാം ബോധ്യപ്പെട്ട കാര്യമാണ്.